Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ, മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ബാക്കി രണ്ടാമത്തെ ഭാഗം, അത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെ കുറിച്ചാണ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ് സച്ച് ആസ് 1, 2, 3, 4, etc. But in this section, in this ordinary utility analysis, we assume that utility cannot be measured but can be compared and ranked as first, second, third, etc. അപ്പം ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. നമ്മളിപ്പം 10 കിലോ മാങ്ങ വാങ്ങിയാൽ വി ക്യാൻ സേ വി ഗെറ്റ് 50 യൂണിറ്റ്സ് ഓഫ് യൂട്ടിൽസ് ഫ്രം ദീസ് മാംഗോസ് എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്ത് പറയാം. പക്ഷേ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വി ക്യാൻ സേ ഓൺലി ദാറ്റ് ദിസ് ബണ്ടിൽ ഈസ് ബെറ്റർ ദാൻ ദ അതർ ബണ്ടിൽ, ഓർ ദിസ് ബണ്ടിൽ ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് ബണ്ടിൽ. ഏറ്റവും ഇഷ്ടമുള്ള, കൺസ്യൂമറിന് ഏറ്റവും ഇഷ്ടമുള്ള ബണ്ടിൽ ഇതാണ്, അതിനേക്കാൾ ഇഷ്ടം കുറഞ്ഞ ബണ്ടിൽ ഇതാണ്, അങ്ങനെ കുറഞ്ഞത് ഇതാണ് എന്ന് റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും തമ്മിലുള്ള വ്യത്യാസം. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ദെൻ വാട്ട് ഈസ് ആൻ ഇൻഡിഫറൻസ് കർവ്? An indifference curve is the locus of points representing bundles among which the consumer is indifferent. അതായത് കൺസ്യൂമറിന് എത്ര ബണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടോ ആ ബണ്ടിലിലെ എല്ലാ ബണ്ടിൽസും കൺസ്യൂമർ ഈക്വലി ഇഷ്ടപ്പെടുന്നതാണ്. ദർ ഈസ് നോ special preference for any particular bundle. In that case, the consumer is totally indifferent between different bundles. അപ്പോൾ അങ്ങനെയുള്ള ബണ്ടിൽസിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻസ് നമ്മൾ ഒരു ഗ്രാഫിൽ മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ therefore indifference curve is the locus of points representing bundles among which the consumer is indifferent. So the following diagram shows an indifference curve. We have mentioned that the points on an indifference curve provides the consumer with the same level of satisfaction. Please see the diagram. We see the indifference curve with the points A, B, C, and D. These points represents bundles which are equally preferred by the consumer. For example, bundle A consists of 15 units of mangoes and 1 unit of banana. Bundle B consists of 12 units of mangoes and 2 units of banana. Bundle C consists of 10 units of mangoes and 3 units of bananas. Bundle D consists of 9 units of mangoes and 4 units of bananas. All the 4 bundles are equally preferred by the consumer. That is why these are on this indifference curve, IC. So an indifference curve joins all points representing bundles which are considered indifferent by the consumer. If we get the bundles, we can draw an indifference curve like this. See the curve 2.3. And some more explanation. It is clear that when a consumer gets one more banana, he has to forgo some mangoes, so that her total utility level remains the same and she remains on the same indifference curve. And this is the reason why the indifference curve slopes downward. Indifference curve il onnukuda സൂക്ഷിച്ചു നോക്കൂ. We can see that when the consumer gets more and more units of bananas, she has to forgo some amount of mangoes. കണ്ടില്ലേ, നമ്മുടെ ആദ്യത്തെ ബണ്ടിലിൽ കൺസ്യൂമറിന് ഉണ്ടായിരുന്നത്, എ എന്ന് പറയുന്ന ബണ്ടിൽ കൺസ്യൂമറിന് ഉണ്ടായിരുന്ന 2 സാധനങ്ങൾ 15 യൂണിറ്റ്സ് ഓഫ് മാംഗോസും 1 യൂണിറ്റ് ബനാനയായിരുന്നു. ബി എന്ന് പറയുന്ന ബണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കൂ, 12 യൂണിറ്റ്സ് ഓഫ് മാംഗോസ്, അതായത് 3 യൂണിറ്റ് ഓഫ് മാംഗോസ് കുറഞ്ഞു. പക്ഷേ ബനാനയുടെ അളവ് കൂടി.
വാഴപ്പഴത്തിൻ്റെ അളവ് 2 യൂണിറ്റായിട്ട് കൂടി. മാങ്ങയുടെ അളവ് 3 യൂണിറ്റ് കുറഞ്ഞപ്പോൾ വാഴപ്പഴത്തിൻ്റെ അളവ് 2 യൂണിറ്റായിട്ട് കൂടി. അപ്പോൾ എ ബി എന്ന് പറയുന്ന ബണ്ടിലെത്തുമ്പോഴത്തേക്ക് അതാണ് സ്ഥിതി. സിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നോക്കൂ, സിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് 10 യൂണിറ്റാണ് മാംഗോസ്. ബനാനയുടെ അളവ് 3 മാങ്ങ 10 വാഴപ്പഴം 3 യൂണിറ്റുമാണ്. അപ്പം ഈ ബണ്ടിലിൽ ബനാനയുടെ അളവ് 1 യൂണിറ്റ് കൂടി. പക്ഷേ മാംഗോയുടെ അളവ് ബി എന്ന് പറയുന്ന ബണ്ടിലിനേക്കാളിൽ 2 യൂണിറ്റ് കുറഞ്ഞ് 10 കുറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് അടുത്ത ബണ്ടിലേക്കും പോകുന്നത്. അപ്പം നമ്മൾ വി നോട്ടീസ് ദാറ്റ് എന്താണ് നമ്മൾ കാണുന്നത്? when the quantity of bananas increase, the quantity of mangoes decrease. അതായത് when a consumer gets one more banana, she has to forgo some mangoes. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് this is the reason why the indifference curve is downward sloping. ഇപ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിനുള്ള കാരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒരിതെന്ന് പറയുന്നത്, ഒരു ടേം എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ്. ടെക്നിക്കലായിട്ട് ഈ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിനെ നമ്മൾ റീസണായിട്ട് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് മാംഗോസ് ദാറ്റ് ദ കൺസ്യൂമർ ഹാസ് ടു ഫോർഗോ in order to get an additional unit of banana, her total utility level being the same, is called marginal rate of substitution or MRS. അതായത് ബനാനയുടെ ഓരോ അഡീഷണൽ യൂണിറ്റ് കിട്ടാൻ വേണ്ടി കൺസ്യൂമർ ഉപേക്ഷിച്ച മാങ്ങായുടെ അളവ്, അതിനെയാണ് നമ്മൾ marginal rate of substitution എന്ന് വിളിക്കുന്നത്. In other words, we can say that marginal rate of substitution is the rate at which the consumer will substitute bananas for mangoes so that her total utility remains constant. It is the rate at which the consumer will substitute bananas for mangoes. മാംഗോ ഉപേക്ഷിച്ചിട്ട് ഓരോ അഡീഷണൽ യൂണിറ്റ് ബനാനയും കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ റേറ്റിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം. ഈ എക്സാമ്പിളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്ത് വരുന്നു എന്നുള്ള. ഇപ്പോൾ ദർ ഈസ് എ ലോ. The law is called the law of diminishing marginal rate of substitution. Marginal rate of substitution കുറഞ്ഞു വരും എന്ന് പറയുന്ന law of diminishing marginal rate of substitution ഉണ്ട്. അപ്പം this can be explained with the help of a table that is derived from our diagram. നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ടതാണ്. ആ അതേ കാര്യങ്ങൾ നമ്മൾ ടേബിൾ ആക്കിയേക്കാണ്. In this table we notice that as we increase the quantity of bananas, the quantity of mangoes sacrificed for each additional banana declines. In other words, marginal rate of substitution diminishes with increase in the number of bananas. As the number of bananas with the consumer increases, the marginal utility derived from each additional banana falls. So with increase in the number of bananas, the consumer will feel the inclination to sacrifice small and smaller amounts of mangoes. This tendency for the marginal rate of substitution to fall with increase in the quantity of bananas is known as law of diminishing marginal rate of substitution. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ബനാന കിട്ടും തോറും
കൺസ്യൂമർ കുറച്ച് മാംഗോസ് വീതമേ കൊടുക്കാൻ തയ്യാറാവുകയുള്ളൂ ബനാനയുടെ അഡീഷണൽ യൂണിറ്റ് കിട്ടാൻ വേണ്ടി. നമ്മുടെ എക്സാമ്പിളിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ആസ് ദ നമ്പർ ഓഫ് ബനാനാസ് വിത്ത് ദ കൺസ്യൂമർ ഇൻക്രീസസ്, എന്താ സംഭവിക്കുന്നത്? The consumer will feel the inclination to sacrifice small and smaller amounts of mangoes. കൂടുതൽ ബനാന കിട്ടുമ്പോൾ കുറച്ച് മാംഗോസ് വിട്ടുകൊടുക്കാനേ കൺസ്യൂമർ തയ്യാറാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിന് കാരണമെന്ന് പറയുന്നത് ബനാന കൂടുതൽ കിട്ടും തോറും ബനാനയുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറയും. അതേസമയം മാംഗോസിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി, മാംഗോയുടെ അളവ് കുറഞ്ഞു വരും തോറും അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കുറഞ്ഞു വരുന്ന മാംഗോയുടെ ശേഖരം ഉള്ളതുകൊണ്ട് കൺസ്യൂമർ കുറച്ച് മാംഗോസെ അടുത്ത അഡീഷണൽ യൂണിറ്റ് ഓഫ് ബനാന കിട്ടാൻ വേണ്ടി വിട്ടുകൊടുക്കുകയുള്ളൂ. നമ്മൾ ഈ ടേബിളിൽ നോക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഗ്രാഫിൻ്റെ അതേ കൺവേർഷനാണ് ഈ ടേബിള്. കോമ്പിനേഷൻ എയിൽ ക്വാണ്ടിറ്റി ഓഫ് ബനാനാസ് 1 ആയിരുന്നു, ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് 15 യൂണിറ്റ്സ് ആയിരുന്നു. അത് കോമ്പിനേഷൻ ബിയിലേക്ക് മാറുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ക്വാണ്ടിറ്റി ഓഫ് ബനാനാസ് 2 ആയി, മാംഗോസ് 12 ആയി. അതായത് 15 ആയിരുന്ന മാംഗോയുടെ യൂണിറ്റ് 12 ആയിട്ട് കുറഞ്ഞു. 3 യൂണിറ്റ് മാംഗോസ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റായിട്ട്, അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് വാഴപ്പഴം നമ്മൾ കരസ്ഥമാക്കിയത്. അപ്പം ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 3:1. 3 മാംഗോസ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് 1 യൂണിറ്റ് ബനാന നേടിയത്. 3 യൂണിറ്റ് മാംഗോസ് സാക്രിഫൈസ്ഡ് ടു ഗെറ്റ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ബനാന. ഇനിയും സി എന്ന് പറയുന്ന ബണ്ടിലേക്ക് മാറുമ്പോൾ നോക്കുക, ക്വാണ്ടിറ്റി ഓഫ് ബനാനാസ് എന്ന് പറയുന്നത് 3 ആണ്, ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് 12 ആയിരുന്ന ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് ഇപ്പോൾ 10 ആയിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് 2 യൂണിറ്റ് കുറഞ്ഞു. ഈ 2 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ബനാനയുടെ ക്വാണ്ടിറ്റി 2ൽ നിന്ന് 3 ആയിട്ട് കൂട്ടിയത്. അതായത് ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് മാംഗോസ് ഉപേക്ഷിച്ചിട്ടാണ് കൺസ്യൂമർ ഒരു അഡീഷണൽ യൂണിറ്റ് ബനാന നേടിയത്. ഇനിയും ഡിയിലേക്ക് നോക്കുക. ബണ്ടിൽ ഡിയിൽ കൺസ്യൂമറുടെ ബനാനയുടെ ക്വാണ്ടിറ്റി 4ഉം മാംഗോസിൻ്റെ ക്വാണ്ടിറ്റി 9ഉമാണ്. ഇപ്പം കൺസ്യൂമർ 3ൽ നിന്ന് ബനാനയുടെ ക്വാണ്ടിറ്റി 4 ആയിട്ട് കൂട്ടിയപ്പോൾ കൺസ്യൂമർ ഉപേക്ഷിച്ച മാങ്ങയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. 10ൽ നിന്ന് 9 ആയിട്ട് കുറഞ്ഞതേ ഉള്ളൂ. 1 യൂണിറ്റ് ഉപേക്ഷിച്ചു. 1 യൂണിറ്റ് ഉപേക്ഷിച്ചിട്ടാണ് 1 യൂണിറ്റ് ബനാന നേടിയത്. 1 യൂണിറ്റ് മാങ്ങ ഉപേക്ഷിച്ച് 1 യൂണിറ്റ് ബനാന നേടി. അപ്പോൾ ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യമേ 3 യൂണിറ്റ് ഉപേക്ഷിച്ച് 1 യൂണിറ്റ് ബനാന നേടി, പിന്നെ 2 യൂണിറ്റ് ഉപേക്ഷിച്ച് 1 യൂണിറ്റ് ബനാന നേടി, പിന്നെ 1 യൂണിറ്റ് ഉപേക്ഷിച്ചിട്ട് 1 ബനാന നേടി. അതായത് കൺസ്യൂമർ ഉപേക്ഷിക്കുന്ന മാങ്ങായുടെ അളവ് കുറഞ്ഞു വരുന്നു. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗോയിങ് ഫ്രം പോയിന്റ് എ ടു ബി, ദ കൺസ്യൂമർ സാക്രിഫൈസസ് 3 മാംഗോസ് ഫോർ 1 banana. Going from point B to C, the consumer sacrifices 2 mangoes for 1 banana. And going from point C to D, the consumer sacrifices just 1 mango for 1 banana. Thus, it is clear that the consumer sacrifices smaller and smaller quantities of mangoes for each additional banana. ഇപ്പോൾ ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതാണ് നമ്മുടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പിന് കാരണം. നമുക്ക് നോക്കാം ഷേപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ്. It may be noted that the law of diminishing marginal rate of substitution causes an indifference curve to be convex to the origin. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ ഷേപ്പിലുള്ളതാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഏതാണ്?
ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിങ് റേറ്റിൽ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? സപ്പോസ് ഇഫ് ദ ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, മാംഗോസും ബനാനാസും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. 1 യൂണിറ്റ് ഓഫ് മാംഗോ ഫോർഗോ ചെയ്യുന്നു, 1 യൂണിറ്റ് ഓഫ് ബനാന നേടുന്നു. 10 യൂണിറ്റ്സ് ഓഫ് മാംഗോ ഫോർഗോ ചെയ്താൽ 10 യൂണിറ്റ്സ് ഓഫ് ബനാന നേടുന്നു എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇൻഡിഫറൻസ് കർവ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇഫ് two goods are perfect substitutes, the marginal rate of substitution remains the same, and the indifference curve depicting these will be a straight line. See the indifference curve in the graph 2.4, in the figure 2.4. So indifference curve for perfect substitutes will be a straight line like this. Here all the points A, B, C, D, E, A, B, C and D will be on this straight line indifference curve. ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിൻ്റെ ഒരു പ്രത്യേകത നോട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേര് മൊണോട്ടണിക് പ്രിഫറൻസസ് എന്നാണ്. കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ മൊണോട്ടണിക്. എന്താണ് ഈ മൊണോട്ടണിക് എന്ന് പറഞ്ഞാൽ? എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ മോണോട്ടണിക് if and only if between any two bundles the consumer prefers the bundle which has more of at least one of the goods and no less of the other good as compared to the other bundle. കാര്യം വളരെ സിമ്പിളാണ്. കൺസ്യൂമർ മാർക്കറ്റിൽ പോയി വ്യത്യസ്ത ബണ്ടിലുകൾ സെലക്ട് ചെയ്യുമ്പോൾ, സാധനങ്ങളുടെ വ്യത്യസ്ത ബണ്ടിലുകൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ സാധനങ്ങളുള്ള ബണ്ടിലെ സെലക്ട് ചെയ്യുള്ളൂ. 2 സാധനങ്ങളുടെ ബണ്ടിലാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒരു സാധനത്തിൻ്റെ 1 യൂണിറ്റെങ്കിലും കൂടുതലുള്ള ബണ്ടിലെ സെലക്ട് ചെയ്യത്തുള്ളൂ. മറ്റേ സാധനത്തിൻ്റെ യൂണിറ്റ് കുറയാനും പാടില്ല. അതായത് 2-5 അല്ലെങ്കിൽ 2-5 and 2-6 എന്ന് പറയുന്ന 2 ബണ്ടിൽസാണ് ഉള്ളതെന്ന് വിചാരിക്കുക. മാർക്കറ്റിൽ കൺസ്യൂമർ ചെല്ലുമ്പോൾ ഒന്നാമത്തെ സാധനത്തിൻ്റെ 2 യൂണിറ്റും രണ്ടാമത്തെ സാധനത്തിൻ്റെ 5 യൂണിറ്റുമുള്ള ഒരു ബണ്ടിലുണ്ട്. രണ്ടാമത്തെ ബണ്ടിൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ സാധനത്തിൻ്റെ 2 യൂണിറ്റിലും രണ്ടാമത്തെ സാധനത്തിൻ്റെ 6 യൂണിറ്റും, 2-6 എന്ന് പറയുന്ന ബണ്ടിൽ. അപ്പോൾ ഇതിൽ ഏത് ബണ്ടിൽ കൺസ്യൂമർ സെലക്ട് ചെയ്യും? മൊണോട്ടണിക് പ്രിഫറൻസ് ഉള്ള കൺസ്യൂമർ ആണെങ്കിൽ ഏത് ബണ്ടിലെ സെലക്ട് ചെയ്യുകയുള്ളൂ? 2-6 എന്ന് പറയുന്ന ബണ്ടിലെ സെലക്ട് ചെയ്യുള്ളൂ. കാരണം 2 ബണ്ടിലും ആദ്യത്തെ സാധനം ഗുഡ് 1 എന്ന് പറയുന്നത് 2 യൂണിറ്റ് വീതം. പക്ഷേ രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവ് ഒന്നാമത്തെ ബണ്ടിൽ 5 യൂണിറ്റേ ഉള്ളൂ, രണ്ടാമത്തെ ബണ്ടിലിൽ 6 യൂണിറ്റ് ഉണ്ട്. അപ്പം മൊണോട്ടണിക് പ്രിഫറൻസ് ഉള്ള ഒരു കൺസ്യൂമർ ഏത് ബണ്ടിലെ സെലക്ട് ചെയ്യുകയുള്ളൂ? രണ്ടാമത്തെ ബണ്ടിലായിട്ടുള്ള 2-6 സെലക്ട് ചെയ്യുള്ളൂ. അതാണ് മൊണോട്ടണിക് പ്രിഫറൻസ്. എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ മൊണോട്ടണിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് between any 2 bundles the consumer prefers the bundle which has more of at least one of the goods and no less of the other good as compared to the other bundle. മറ്റു ബണ്ടിലിനേക്കാളിൽ 1 യൂണിറ്റെങ്കിലും സാധനം കൂടുതലുള്ള ബണ്ടിലെ സെലക്ട് ചെയ്യുകയുള്ളൂ. മറ്റേ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകാനും പാടില്ല. അതാണ് മൊണോട്ടണിക് പ്രിഫറൻസ്. ഇനി സാധാരണ നമ്മൾ അനാലിസിസിന് ഇൻഡിഫറൻസ് കർവ് ഒരു കർവായിട്ടല്ല ഉപയോഗിക്കുന്നത്, ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകൾ ഉപയോഗിച്ചാണ് കൺസ്യൂമറുടെ ബിഹേവിയർ നമ്മൾ പ്രിഫറൻസസും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നതിനെ ഉപയോഗിക്കുന്ന
ഇതാണ് ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? The consumer's preferences over all the bundles can be represented by a family of indifference curves. And it is called an indifference map of the consumer. A family of indifference curves. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകൾ നമ്മൾ ഒന്നിച്ച് കാണിക്കുന്നു. In order to show the consumer's preferences over all the bundles. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. All points on an indifference curve represent bundles which are considered indifferent by the consumer. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഇൻഡിഫറൻസ് കർവിലുള്ള എല്ലാ പോയിന്റുകളും കൺസ്യൂമറിന് ഒരേപോലെ ഇഷ്ടമുള്ള ബണ്ടിലുകളെ സൂചിപ്പിക്കുന്നതാണ്. Due to monotonicity of preferences, the bundles on higher indifference curves are preferred by the consumer to the bundles on lower indifference curves. അപ്പം മൊണോട്ടണിസിറ്റി ഓഫ് പ്രിഫറൻസസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം കൺസ്യൂമർ എപ്പോഴും ഏത് ബണ്ടിലേ തിരഞ്ഞെടുക്കുകയുള്ളൂ? ഒരു സാധനത്തിൻ്റെ ഒരു യൂണിറ്റെങ്കിലും കൂടുതലുള്ള ബണ്ടിലേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹയർ ഇൻഡിഫറൻസ് കർവിലെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയുള്ളൂ. കാരണം ഹയർ ഇൻഡിഫറൻസ് കർവിലാണ് ഒരു സാധനത്തിൻ്റെ ഒരു യൂണിറ്റെങ്കിലും കൂടുതലുണ്ടാവുക. അടുത്തായിട്ട് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകതകൾ കൂടി പരിശോധിക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. An indifference curve slopes downwards from left to right, which means that in order to have more units of bananas, the consumer has to forgo some units of mangoes. Higher indifference curve gives higher level of utility എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ, രണ്ടാമത്തെ സവിശേഷത. ഹയർ ഇൻഡിഫറൻസ് കർവ്സ് ഗിവ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. As long as marginal utility of a commodity is positive, an individual will always prefer more of that commodity, as more of the commodity will increase the level of satisfaction. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, മൊണോട്ടണിസിറ്റി ഓഫ് പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് കൺസ്യൂമർ ഹയർ ഇൻഡിഫറൻസ് കർവിലാണ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുന്നത്. ഈ ഫിഗറിലൊന്ന് ശ്രദ്ധിക്കൂ. In the above figure, combination A, B and C consists of same quantity of mangoes but different quantities of bananas. ഇവിടെ മാംഗോസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് IC1 ആണെങ്കിലും IC2 ആണെങ്കിലും IC3 ആണെങ്കിലും മാംഗോസിൻ്റെ ക്വാണ്ടിറ്റി 10 ആണ്. പക്ഷേ ബനാനാസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് IC1 1, IC2 2, IC3 3 ആണ്. അപ്പോൾ കൺസ്യൂമറിന് ഒരു സാധനത്തിൻ്റെ ഒരു യൂണിറ്റെങ്കിലും കൂടുതൽ കിട്ടുന്ന ബണ്ടിൽ എന്ന് പറയുന്നത് ഏതാണ്? IC3 ബണ്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ഏത് ബണ്ടിലെ പ്രിഫർ ചെയ്യത്തുള്ളൂ? IC3 ബണ്ടിലെ പ്രിഫർ ചെയ്യത്തുള്ളൂ, മറ്റ് ഇൻഡിഫറൻസ് കർവുകളിലുള്ള ബണ്ടിലിനേക്കാൾ. സോ ഇൻ ദ എബോവ് ഫിഗർ, കോമ്പിനേഷൻസ് A, B and C കൺസിസ്റ്റ് ഓഫ് സെയിം ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് but different quantities of bananas. Combination C will provide higher level of satisfaction than A or B and also lie on a higher indifference curve than A or B. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്
ടു ഇൻഡിഫറൻസ് കർവ്സ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. കാരണം രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. റെയിൽവേ പാളം പോലെയാണ്, കൂട്ടിമുട്ടില്ല. എന്താണ്? ടു ഇൻ്റർസെക്റ്റിംഗ് ഇൻഡിഫറൻസ് കർവ്സ് വിൽ ലീഡ് ടു കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട്സ്. അങ്ങനെ കൂട്ടിമുട്ടിയാൽ നമുക്ക് കിട്ടുന്നത് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട്സ് ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു മൊണോട്ടണിസിറ്റി ഓഫ് പ്രിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ്, ഹയർ ഇൻഡിഫറൻസ് കർവാണ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർക്ക് കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് കൂട്ട് ഉള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ പരസ്പര വിരുദ്ധമായതായിരിക്കും, കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട്സ് ആയിരിക്കും. അതുകൊണ്ട് ടു ഇൻഡിഫറൻസ് കർവ്സ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ പ്രധാനമായിട്ടും ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു.